കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇത് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ, ഡിവോഴ്സിന് വേണ്ടി കേസ് ഫയൽ ചെയ്യുമ്പോൾ ഡിവോഴ്സ് കിട്ടാനുള്ള ഒരു ഗ്രൗണ്ടാണ് ക്രൂവാലിറ്റി അല്ലെങ്കിൽ ക്രൂരത എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ എഴുതിയാലാണ് അത് കോടതിയുടെ കാഴ്ചപ്പാടിൽ ക്രൂരതയായിട്ട് മാറുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. നമ്മൾക്ക് തോന്നുന്ന ക്രൂരതകൾ ഒരു പക്ഷേ കോടതിയുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ക്രൂരതയാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കോടതിയുടെ കാഴ്ചപ്പാടിൽ ക്രൂരതയായി പരിഗണിക്കാവുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ 10 കാറ്റഗറി ആയിട്ട് സുപ്രീം കോടതി തരംതിരിച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ക്രൂരത എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഡിവോഴ്സ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഇൻസൾട്ട്സ് ആൻഡ് ഹ്യൂമിലിയേഷൻ എന്നുള്ളതാണ്. അതായത് ഭർത്താവിനെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ തുടർച്ചയായി എന്ത് ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിനെ എന്ത് ചെയ്യുന്നു, അപമാനിക്കുന്നു, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി നമുക്ക് എന്താ പറയുക, ക്രൂരതയായിട്ട് പരിഗണിക്കുവാനായിട്ട് പറ്റും. രണ്ടാമത് ഫാൾസ് അലിഗേഷൻസ് ഓഫ് അഡൾട്ടറി ഓർ മിസ്കണ്ടക്ട്. അതായത് ഇല്ലാത്ത അവിഹിതമോ അല്ലെങ്കിൽ ഇല്ലാത്ത സ്വഭാവ ദൂഷ്യമോ ഈ പറയുന്ന പങ്കാളിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൂരതയായിട്ട് പരിഗണിക്കാം. മൂന്നാമതായിട്ട് ഫയലിംഗ് ഫാൾസ് ക്രിമിനൽ ഓർ ലീഗൽ കേസസ്. പങ്കാളികൾക്കെതിരെ പരസ്പരം എന്ത് സംഭവിക്കുന്നു, ലീഗലായിട്ടുള്ള യാതൊരുവിധ ഗ്രൗണ്ടും ഇല്ലാത്ത ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ മറ്റ് സിവിൽ കേസുകളോ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ക്രൂരതയായിട്ട് കണക്കാക്കാം. അതായത് തെറ്റായ 498 കേസ്, MC കേസ്, MP കേസ്, ഇതൊക്കെ വരിക, പോക്സോ കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫയലിംഗ് ഫാൾസ് ക്രിമിനൽ ഓർ ലീഗൽ കേസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെൻ്റൽ ഹറാസ്മെൻറ്റ് ഓർ ഇമോഷണൽ അബ്യൂസ്. ഒരാളെ മാനസികമായി വളരെയധികം കളിയാക്കുന്നു, ഇമോഷണൽ അബ്യൂസ് ചെയ്യുന്നു. അതായത് നീ കറുത്തിട്ടാണ്, തടിച്ചിട്ടാണ്, കാണാൻ ഭംഗിയില്ല, മറ്റൊരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് ബന്ധുക്കളുടെ മുമ്പിൽ കളിയാക്കാം. ഇതൊക്കെയും ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്താണ് പബ്ലിക് ഇൻസൾട്ട് ഓർ എംപറാസ്മെൻറ്റ്. അതായത് പബ്ലിക്കായിട്ട് കല്യാണത്തിന് പോകുമ്പോൾ എൻ്റെ ഭാര്യനെ കാണാൻ ഭംഗിയില്ല, പ്രസവം കഴിഞ്ഞപ്പോൾ വയറ് ചാടി, അല്ലെങ്കിൽ ഭർത്താവിന് ഭംഗിയില്ല, ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോളാണ്, മണ്ടനാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസി ഉണ്ട്, മീൻസ് എന്താണ്, ലൈംഗിക ശേഷിയില്ല, ഓക്കെ, ഇങ്ങനെയൊക്കെയും പറയുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഇൻസൾട്ട് അല്ലെങ്കിൽ എംപറാസ്മെൻറ്റിലേക്ക് വരും. അടുത്താണ് എക്സസീവ് സസ്പിഷൻ ആൻഡ് ഡിസ്ട്രക്ട്. അതായത് ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളികൾ പരസ്പരം എന്ത് ചെയ്യുന്നു, വളരെയധികം സംശയം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അടുത്ത അൺറീസണബിൾ റിഫ്യൂസൽ ഓഫ് മെരിറ്റൽ റിലേഷൻഷിപ്പ്. ഭാര്യ ഭർത്തൃ ബന്ധം, സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നിവയെല്ലാം തടയുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൂരതയായിട്ട് പരിഗണിക്കാം. അടുത്ത ത്രെറ്റ്സ്, ഇൻറ്റിമിഡേഷൻ ഓർ കൺട്രോളിങ് ബിഹേവിയർ. അതായത് പരസ്പരം ചാവുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവത്തിന് ഭാര്യ കൺട്രോൾ ചെയ്യുന്നു, ഭാര്യയുടെ സ്വഭാവത്തിന് ഭർത്താവ് കൺട്രോൾ ചെയ്യുന്നു, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള കൺട്രോൾ, ജോലിക്ക് പോകാൻ പാടില്ല, മനസ്സിലായില്ലേ, എന്നിവ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ബിഹേവിയറിലേക്ക് വരും. അടുത്തതായിട്ട് സിവിയർ മെൻ്റൽ സ്ട്രെസ്, ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ. പല കാര്യങ്ങളിലും എന്ത് സംഭവിക്കുന്നു, അതായത് വീട്ടിൽ സാമ്പത്തിക ശേഷി കുറവാണ്, അതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ, ഭാര്യ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും പൈസ കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കുടി, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം, മറ്റുള്ള റിലേഷൻഷിപ്പുകൾ, ഇതെല്ലാം എന്താണ് ഈ സിവിയർ മെൻ്റൽ സ്ട്രെസ്, ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു മെൻ്റൽ ക്രൂവാലിറ്റി കണക്കാക്കാം. അതുപോലെ തന്നെ കണ്ടക്ട് മേക്കിംഗ് മാരീഡ് ലൈഫ് ഇൻടോളറബിൾ. ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിധത്തിലും ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു മെൻ്റൽ ക്രൂവാലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് ഒരു ചികിത്സിച്ച് ഭേദമാകാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടായിട്ട് ആ രോഗം മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും പരസ്പരം പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ക്രൂരതയായിട്ട് കണക്കാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്രൂരതകളുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കേസുകൾ വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി വേണം നിങ്ങൾ കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യുവാനായിട്ട്. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ്